ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ അതിസമർത്ഥമായി തന്നെ പെണ്ണ് കാണാൻ വന്നവരെ മടക്കി അയക്കുന്നുണ്ട്. നീ ഇതെന്ത് ഭാവിച്ചാടി? ഇനിയും തോന്നിയതുപോലെ നടക്കാനാണോ നിന്റെ തീരുമാനം? എങ്ങനെയും അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ എന്ന് കരുതി കല്യാണം കഴിപ്പിക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് അതും വേണ്ടാന്നൊക്കെയുള്ള ഹേമയുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മാനസ തർക്കുത്തരം പറയുന്നുണ്ട്. ജയമോഹനും മാനസയെ നല്ലപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നു. പിന്നീട് കൃപയോട് സുജാത വന്ന് സംസാരിക്കുകയാണ്. കൃപയുടെ പ്രശ്നം ഉണ്ടായതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചത്തുകളയാനാണ് ആദ്യം തോന്നിയത് എന്നും അത് ചിലപ്പോൾ ചെയ്തേനെ എന്നും ഞാൻ സാഗറിൻ്റെയും സുജാതയുടെയും മകളല്ലേ എന്നും എനിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ എന്നെല്ലാം കൺമണി പറയുമ്പോൾ ഞാനത് ഉറപ്പിച്ചു പോരാടാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ് കൃപ. അത് കേട്ടതോടെ സുജാത കെട്ടിപ്പിടിച്ച് കൃപയെ ഉമ്മ വയ്ക്കുന്നുണ്ട്. ആ സമയം ശ്രീനിയും കൺമണിയും സംസാരിക്കുകയാണ് കൺമണിയുടെ റൂമിലിരുന്ന്. പെട്ടെന്ന് അകത്ത് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ധനലക്ഷ്മി അടച്ച വാതിലിൻ്റെ അവിടെ ചെവി ഓർത്ത് നിൽക്കുകയാണ് അകത്തേക്ക്. പെട്ടെന്ന് ശ്രീനി വാതിൽ തുറക്കുന്നുണ്ട്. തുടർന്ന് ചമ്മി ഒരു ചിരിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി. പിന്നീട് അവിടെ അതിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള ഒരു തർക്കമൊക്കെ നടക്കുന്നുണ്ട്. ആ സമയം ധനലക്ഷ്മി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിലേ പോയപ്പോൾ അകത്ത് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു, അത്രയേ ഉള്ളൂ. അതാരെങ്കിലും ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പുന്നു. രാജനെയോ മറ്റോ ആണെന്ന് തോന്നുന്നു ശ്രീനിയെ മുൻനിർത്തി അവിടെ അങ്ങനെ സംസാരിച്ചത്. ആ സമയം എന്താ പ്രശ്നം എന്ന് ചോദിച്ച് ശാന്ത അവിടേക്ക് വരുന്നുണ്ട്. പിന്നീട് എന്തോ കാര്യം ദേവ്ജിയായിട്ട് സംസാരിക്കുമ്പോൾ അക്കാര്യം സാഗറിനെ വിളിച്ച് പറയാൻ ദേവ്ജി ആവശ്യപ്പെടുന്നുണ്ട്. സാഗറിനെ വിളിച്ച് പറയുമ്പോൾ സുജാത അടുത്തിരുന്നത് കൊണ്ടോ മറ്റോ സാഗർ തിരിച്ചൊന്നും മിണ്ടുകയും ചെയ്യുന്നില്ല.